എന്തായാലും പ്രതീക്ഷ അത്ര ഉണ്ടാവില്ല. ആവറേജ് ഫസ്റ്റ് ഹാഫിൽ നിന്ന് നല്ലൊരു സെക്കൻഡ് ഹാഫായിട്ട് തുടങ്ങി അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ തീപ്പൊരി ഐറ്റം. കിടിലം പടം. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഏറ്റവും കൂടുതൽ നല്ല പോസിറ്റീവ് കിട്ടുന്ന പടം കളിക്കായിരിക്കും. ഹോളിവുഡ് മൂവീസിനെയൊക്കെ അനുസ്മരിക്കുന്ന അത്രയും ക്വാളിറ്റിയോടെ എടുത്തുള്ള സിനിമയാണ്. അടിപൊളി. 2898 അല്ല ബ്രോ, ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫിൽ നിന്ന് നല്ലൊരു സെക്കൻഡ് ഹാഫായിട്ട് തുടങ്ങി അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ തീപ്പൊരി ഐറ്റം. കിടിലം പടം. അടിപൊളി പടം. അടിപൊളി ബ്രഹ്മാണ്ഡം. നമുക്ക് ഇംഗ്ലീഷ് സിനിമയിലെ മുമ്പിൽ കാണിക്കാൻ പടമുണ്ട് എന്നല്ലേ പറയണം. ആ കൂട്ടത്തിലൊരു ടോപ്പ് സാധനം. കിടിലം. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് പോരാ, പക്ഷേ ക്ലൈമാക്സ് ഒക്കെ തീപ്പൊരി സാധനം. നല്ല പടം. വളരെ എടുത്തു പറയാനുള്ളതെന്ന് പറയുമ്പം അതിൽ ഫൈറ്റ് സീക്വൻസ് ആണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ലാഗ് തോന്നിക്കും, കാരണം ചെറിയ ക്രിഞ്ച് സീൻസും പിന്നെ തെലുങ്ക് ഓഡിയൻസിന് അവർക്ക് ആ ഒരു ഫാൻ ബേസിനനുസരിച്ചുള്ള അവർ ചെറിയ അൺയൂഷ്വൽ സീൻസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫോട്ട് വരുമ്പം നമുക്ക് വീണ്ടും സിനിമയിലൂടെ നമ്മൾ തിരിച്ചു വരും പോലെ ഇരിക്കും. നല്ല എൻഗേജിങ് ആയിട്ടൊക്കെ തോന്നിക്കും. മൊത്തത്തിൽ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഏറ്റവും കൂടുതൽ നല്ല പോസിറ്റീവ് കിട്ടുന്ന പടം കളിക്കായിരിക്കും. നല്ല പടമാണ്. കമണ്ടിരിക്കാം. VFX ഒക്കെ നൈസാണ്. ഒരു ഇന്ത്യൻ മൂവിയാണെന്ന് പറയത്തില്ല, മൊത്തത്തിലൊരു ഹോളിവുഡ് വൈബുണ്ട്. നല്ല സിനിമയാണ്, നല്ല അടിപൊളി സിനിമയാണ്. നമ്മുടെ ഹോളിവുഡ് മൂവീസിനെയൊക്കെ അനുസ്മരിക്കുന്ന അത്രയും ക്വാളിറ്റിയോടെ എടുത്തുള്ള സിനിമയാണ്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ സൂപ്പർ അടിപൊളിയെന്ന് പറയാം. കാരണം ഇതൊരു ഇന്ത്യൻ ഫിലിമാണെന്നും തോന്നത്തില്ല, ഒരു ഹോളിവുഡ് മൂവിയാണെന്ന് തന്നെ തോന്നുന്നു. അത്രയും വലിയ സെറ്റും അത്രയും നല്ല വിഷ്വൽ എഫക്ട്സും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്, സൂപ്പർ പടങ്ങളാണ്. അത്യാവശ്യം നല്ല ഒരു പടമാണ്. പ്രഭാസിനെ ഈ മുമ്പത്തെ പ്രഭാസമൊന്നുമല്ല, ഇപ്പം നല്ലൊരു റോളായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഡബിങ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ തമിഴാണ് കണ്ടത്. ഡബിങ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. പ്രഭാസിന്റെ ഫാനാണോ? അങ്ങനെ മൂവി എന്തായാലും പ്രതീക്ഷ അത്ര ഉണ്ടാവില്ല. കുഴപ്പമില്ല. ഒരുപാട് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ വന്നപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു എല്ലാവരും നല്ലൊരു ടീമായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല സിനിമയായിരുന്നു. ഗ്രാഫിക്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ്. പ്രഭാസ് ആക്ടിങ് കൊള്ളായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. അടിപൊളി. ഞാൻ മലയാളമാണ് കണ്ട. നന്നായിട്ടുണ്ട്. കാരണം ഇവരെയൊക്കെ പഴയ സിനിമകളില്ലേ, അതിലൊക്കെ ഡബ് ചെയ്ത ആൾക്കാരെ തന്നെയാണ് ഇല്ലേ. ദീപികയ്ക്ക് മാത്രം ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരെയാണ് ദീപികയ്ക്ക് വേണ്ടി ഡബ് ചെയ്തേക്കുന്നത്. അല്ലാതെ പ്രഭാസിന് സ്ഥിരം ശബ്ദം അങ്ങനെ ഓരോരുത്തരുടെയും പഴയ സ്ഥിരം കൊടുക്കുന്ന ഡബ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. 3D അടിപൊളി. ശരിക്കും നമ്മൾ ഹോളിവുഡ് സിനിമ എങ്ങനെയുണ്ടോ അത്രയും ക്വാളിറ്റിയോടുകൂടി എടുത്തിട്ടുണ്ട്. അത്രയും നല്ല ഫിലിമാണ്. പിന്നെ ശോഭന ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ഈ ഫിലിമിൽ. ഒരു 50-ആം വയസ്സിൽ അവർ ഒരുപാട് വർഷത്തിന് ശേഷം വളരെ എന്താ പറയുക, അത്ര നല്ലൊരു വേഷത്തിൽ കണ്ടു ശോഭന. അന്നാബൻ ആ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുഞ്ഞു റോളിലായിരിക്കും. അന്നാബനൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സീനിൽ ആക്ഷൻ ഫിലിം. ശോഭനയൊക്കെ നമ്മൾ വിചാരിക്കാൻ പറ്റും, ശോഭനയൊക്കെ ഒരു ആക്ഷൻ സ്റ്റണ്ടിലൊക്കെ അഭിനയിക്കുന്നു. ഇതൊക്കെ ശോഭനയുടെ സീനൊക്കെ ഉണ്ട്. ശോഭന അന്നാബനെ വളരെ അടിപൊളിയായിരുന്നു. അതിന് അന്നാബൻ്റെ മലയാളത്തിലും എല്ലാത്തിലും ചെയ്തിട്ടുള്ള നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ഇതിലാണെന്ന് തോന്നുന്നു. ഹാഫ് കുറച്ച് ബോറാണ്, സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ലാഗ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ചളി കാര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു.